നിയമനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനമായിട്ടും ഇന്ന് തന്നെ രത്തൻ കേൽക്കർ ചുമതലയേറ്റത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ സിപിഐഎമ്മും ബിജെപിയും രംഗത്തെത്തിയിരുന്നു. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ. ഏതായാലും വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ കേൽക്കർ ചുമതലയേറ്റിരിക്കുകയാണ്. അവധി ദിവസമായിട്ട് പോലും ഇന്ന് തന്നെ ചുമതലയേൽക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റതല്ലേ? വിമർശനങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഇന്ന് തന്നെ ഡോക്ടർ രത്തൻ കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതല ഏറ്റിരിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്ക് ഈ നിയമനം വഴിവെച്ചിരുന്നു. ബിജെപിയും സിപിഎമ്മും ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഉപയോഗിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ബംഗാളിന് സമാനമായ ഒരു നിയമനമാണ് ഇത് എന്നാണ് സിപിഎമ്മും ബിജെപിയും ഇതിനെതിരെ ആരോപിക്കുന്നത്. കാരണം ബംഗാളിൽ ഇത്തരത്തിലൊരു നിയമനം നടക്കുകയും അതിനെതിരെ രൂക്ഷ വിമർശനം തന്നെ കേന്ദ്രത്തിൽ നിന്നടക്കം, അതായത് രാഹുൽ ഗാന്ധി അടക്കം ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലൊരു നിയമനം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നേതാക്കൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നതൊക്കെ തന്നെയാണ് ഈ വിമർശനങ്ങൾക്ക് ഏറെ ശക്തി പകരുന്നത്. ഇന്ന് അവധി ദിവസമാണ്. എന്നിരുന്നാൽ കൂടി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ രത്തൻ കേൽക്കർ ചുമതല ഏറ്റിരിക്കുന്നത്. ഇന്ന് കൃത്യം രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ രത്തൻ കേൽക്കർ നിയമനം സ്വീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പ്രത്യേക നിർദ്ദേശം രത്തൻ കേൽക്കർക്ക് ഇന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി ഇന്ന് ഇത്തരത്തിൽ നിയമനം സ്വീകരിച്ചത്. കൂടാതെ തന്നെ ഈ വിവാദങ്ങളുടെ പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് കാര്യക്ഷമതയും ഉത്തരവാദിത്വ ബോധവുമുള്ള ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ രത്തൻ കേൽക്കർക്ക് ഈ ഒരു സ്ഥാനം നൽകിയത് എന്ന് സണ്ണി ജോസഫ് ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഇതൊന്നുമല്ല, മറിച്ച് ഉപകാര സ്മരണയ്ക്ക് ചെയ്ത ഉപകാരത്തിനൊരു പ്രത്യുപകാരം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനം നൽകിയത് എന്നാണ് സിപിഎം ആരോപിക്കുന്നത്. എന്തുകൊണ്ട് നേതാക്കൾ ഇതിന് കൃത്യമായി മറുപടി പറയുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും രത്തൻ കേൽക്കർ നൽകിയിരുന്നു. അതിനൊരു ഉപകാരണ സ്മരണ എന്ന രീതിയിലാണ് ഈ പദവി നൽകിയത് എന്ന ആരോപണവും പി രാജീവ് അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ബംഗാളിൽ ബിജെപി അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയായും SIR നിരീക്ഷകനായ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായും ഒക്കെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു. മോഷണം കൂടുന്തോറും പ്രതിഫലവും കൂടുമെന്നായിരുന്നു രാഹുൽ ഇത്തരത്തിൽ വിമർശിച്ചിരുന്നത്. എന്നാൽ കേരളത്തിൽ ഈ നിയമനത്തിൽ രാഹുൽ ഒരു നിലപാട് അറിയിക്കുന്നില്ല. അത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് ഒരു ഇരട്ട താപ്പ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എടുക്കുന്നു എന്ന അടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാർത്തു.